അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് ആറാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വലില്ലദീന കഫറു നിഷേധിച്ചവർക്കുണ്ട്, ബി റബ്ബിഹിം തങ്ങളുടെ നാഥനെ, അദാബു ശിക്ഷ, ജഹന്നമ നരകത്തിൻ്റെ, വബിഅസ എത്ര ചീത്തയാണ്, അൽ മസീർ മടങ്ങിപ്പോകാനുള്ള ആ ഇടം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന സത്യനിഷേധികൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഈ സൂക്തം പരാമർശിക്കുന്നത്. വലില്ലദീന കഫറു ബി റബ്ബിഹിം തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ചവർ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ അസാമാന്യമായ കൃത്യത, ക്രമീകരണം, സൗന്ദര്യം, അന്യോന്യത അതിനെക്കുറിച്ചാണ് മുൻ സൂക്തങ്ങളിൽ പറഞ്ഞത്. അതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അതിൻ്റെ പിന്നിലെ സ്രഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കാതെ മനഃപൂർവം നിഷേധിക്കുന്ന ആളുകളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള ദൃഷ്ടാന്തങ്ങൾ തനിക്ക് നൽകുന്ന ചില തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവുകൾ നേടാൻ ശ്രമിക്കാതെ തെളിവുകൾക്ക് നേരെ കണ്ണടക്കുന്നവർക്ക് ലഭിക്കുന്ന സ്വാഭാവികമായ തിരിച്ചടിയെക്കുറിച്ചാണ് അദാബു ജഹന്നം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അറബി ഭാഷയിൽ ജഹന്നം എന്ന് നരകത്തിൻ്റെ വിഷയത്തിൽ നിരന്തരമായി ഉപയോഗിക്കുന്ന പദമാണ്. അങ്ങേയറ്റം ആഴമുള്ള കിണറിനെ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത വിധം അഗാധമായ പടുകുഴിയെ, മുഖം ചുളിക്കുന്ന കടുപ്പമേറിയ ഭാവമുള്ള അവസ്ഥയെ, അതുപോലെ എല്ലാ സുഖങ്ങളിൽ നിന്നും സമാധാനങ്ങളിൽ നിന്നും തടയപ്പെടുന്ന അവസ്ഥയെ എല്ലാം സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് നരകത്തെക്കുറിച്ച് ജഹന്നം എന്ന പ്രയോഗം. നരകം അതികഠിനമായ ഭീകരമായ ശിക്ഷയാണ്, ക്രൗര്യത്തിൻ്റെ പര്യായമാണ്. സത്യനിഷേധികളോട് അത്രമേൽ കരുണാരഹിതമായാണ് നരകം ഇടപെടുക എന്ന് ഖുർആൻ വിശദമായി പലയിടത്തും വിവരിച്ചിട്ടുണ്ട്. കേവലം താൽക്കാലികമായ ഒന്നല്ല അദാബു ജഹന്നം, അത് സത്യനിഷേധികൾക്ക് സ്ഥിരമായ വാസമാണ്. ശാരീരികമായ വേദനയേക്കാൾ ശിക്ഷയേക്കാൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും പൂർണ്ണമായി പുറന്തള്ളപ്പെടുന്നു എന്നതും ഇത് മുഖേന സംഭവിക്കുന്ന ഒന്നാണ്. വബിഅസൽ മസീർ എത്രമാത്രം മോശമാണ് അവസാനം ചെന്നെത്തുന്ന ഇടം എന്ന് പറഞ്ഞാണ് ഈ സൂക്തം അവസാനിക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരു യാത്രക്കാരനാണ്. ആ യാത്രയുടെ അവസാനം അവൻ വിശ്രമിക്കാൻ എത്തുന്നത് വളരെ മോശമായ ഭീകരമായ ഒരിടത്താണെങ്കിൽ, നിത്യമായ പീഡനം ലഭിക്കുന്ന ഒരിടത്താണെങ്കിൽ അതിനോളം പ്രയാസകരമായ അവസ്ഥ മറ്റൊന്ന് ഇല്ല തന്നെ. അത്തരം വലിയ പ്രയാസത്തിലേക്ക് ഇവർ എത്താനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ചു എന്നതാണ്. ആ നിഷേധത്തിന് അവർക്ക് അർഹിച്ച ശിക്ഷയാണ് വബിഅസൽ മസീർ, ഈ മോശമായ സങ്കേതം എന്നത്. അതിലേക്ക് എത്താതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിച്ച് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ നന്ദി കാണിച്ച് നല്ല വിശ്വാസിയായി മാറുക എന്നത്. എവിടെ ഓടി നടന്നാലും എന്തെല്ലാം സമ്പാദിച്ചാലും ഡെസ്റ്റിനേഷൻ, അവസാനം എത്തിപ്പെടാനുള്ള സങ്കേതം നരകമാകുക എന്നതോളം വലിയ പരാജയം ഒരാൾക്കും ലഭിക്കാനില്ല. ആ പരാജയത്തിൽ എത്തിപ്പെടാതിരിക്കാൻ
ജീവിതം കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സാധ്യമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.